ഹലോ വീവേഴ്സ്, നമുക്കിന്ന് സിമ്പിൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുളപ്പിച്ച ചെറുപയർ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയർ ഒരു ദിവസം വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ വിറ്റാമിൻസ് ഒന്നും പോവില്ല. കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണിത്. അത് മുളച്ചതാണിത്, കണ്ടില്ലേ? ഇതേമാതിരി മുളച്ച നല്ല ഹെൽത്തിയാണിത്. പിന്നെ അപ്പോൾ ഒരു കപ്പ് ചെറുപയർ അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് സാധനങ്ങൾ, പിന്നെ കരിവേപ്പിൻ്റെ ഇല വേണം, പിന്നെ കടുക് വറുക്കണ കടുക്, 2 വറ്റൽമുളക്, പിന്നെ ഒരു സവാളയുടെ പകുതി ഇതേമാതിരി ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ് വേണം, പിന്നെ ചതയ്ക്കാനായിട്ട് നാളികേരത്തിൻ്റെ പകുതി മുറി, അതായത് ഒരു 4-5 സ്പൂൺ ഉണ്ടാവും. പിന്നെ ജീരകം ഒരു 1/4 സ്പൂണ്, പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 4 അല്ലി അല്ലെങ്കിൽ 3 അല്ലി എടുക്കുക. ഞാൻ ചെറുതാകൊണ്ട് 4 അല്ലി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്ര സാധനമാണ് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ നാളികേരവും പച്ചമുളകും ജീരകവും ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അരയ്ക്കണ്ടായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇത് നാളികേരവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ജീരകം കൂടി ചതച്ചെടുത്താണിട്ടുള്ളത്, പച്ചമുളകും കൂടിയിട്ട്. ഇപ്പോൾ പച്ചമുളക് എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണെങ്കിൽ മുളക് പൊടി ആവശ്യമില്ല. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം സ്റ്റവ് കത്തിച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ സവോള ഇട്ട് കൊടുക്കാം. സവോള വേഗം വഴലാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇപ്പോൾ സവോള വഴന്ന് കഴിഞ്ഞ് ഇങ്ങനെ ചുമന്ന കളറുന്നതുകൊണ്ടാട്ടോ, ഒന്ന് വഴന്നാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഈ മുളപ്പിച്ച ചെറുപയറില്ലേ അതിട്ട് കൊടുക്കാം. ചെറുപയർ മുളപ്പിച്ചതാണെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിക്കൊന്നും വേണ്ട, അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി തീ സിമ്മിലാക്കിയിട്ട് നമുക്ക് നാളികേരം നമ്മൾ ചതച്ചെടുത്തില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കഴുകിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തീ സിമ്മിലാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തോരനെല്ലാം റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടത്. ഇതിൽ ഉപ്പുണ്ടോയെന്നൊന്ന് ഞാൻ നോക്കട്ടെ. ഉപ്പൊക്കെ ശരിയാണ്. ഇത് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു.